എല്ലാവർക്കും നമസ്കാരം. ഓപ്പൺ ടോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ വന്ന കമൻസും ചില ആളുകളുടെ സംശയങ്ങളും പറ്റുന്നത്ര രീതിയിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ചെറിയൊരു ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ഡെഫിനറ്റ്ലി എല്ലാവരുടെയും ഉത്തരം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കുറേ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒരു ക്രോഡീകരിച്ച് എല്ലാവർക്കും ഒരു ഉപകാരമുള്ള രീതിയിലുള്ള ക്യാൻസർ സംബന്ധമായിട്ടുള്ള ചില സംശയങ്ങൾക്ക് ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടൊരു ചോദ്യം, ക്യാൻസർ എന്തുകൊണ്ട് വീണ്ടും തിരിച്ചു വരുന്നു? അതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ക്യാൻസർ രോഗിക്ക് ഏറ്റവും ഭയം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും സന്തോഷമില്ലാത്തത് ക്യാൻസർ തിരിച്ചു വരുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എല്ലാവർക്കും ക്യാൻസർ തിരിച്ചു വരുന്നില്ല. പക്ഷേ എന്നാലും ഒരു സ്റ്റേജ് അനുസരിച്ചിട്ടായിരിക്കാം 10%, 20%, 30%, 40% ഒക്കെ ക്യാൻസർ ചില രോഗികളിൽ തിരിച്ചു വരാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസറിന് അതിൻ്റേതായിട്ട് കുറച്ച് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ കോശങ്ങൾ രക്തത്തിൽ കയറുകയാണ്. അപ്പോൾ ആ കോശങ്ങൾ രക്തത്തിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് അതിന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ കീമോതെറാപ്പി, റേഡിയേഷൻ, സർജറി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ഉറങ്ങിക്കിടക്കുന്ന കോശങ്ങളെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതൊരു ആക്റ്റീവായിട്ട് ഈ സെൽ സൈക്കിൾ എന്ന് പറഞ്ഞ് കോശങ്ങളുടെ വിഭജനത്തിന് പറയുന്ന പേരാണ് സെൽ സൈക്കിൾ. ആ സൈക്കിളിൽ ഇല്ലാത്ത കോശങ്ങളായാൽ നമ്മുടെ കീമോതെറാപ്പിയോ ഗുളികയോ ഒന്നും അതിനെ ബലിക്കില്ല. കുറേ കാലം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു 6 മാസം ചികിത്സ എടുത്തു, അതിനുശേഷം അസുഖമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. 1 കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അസുഖം കാണുന്നു. ഇതിനെ കുറേ രോഗികൾ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഡോർമെൻറ്റ് സെൽസ് വീണ്ടും ആക്റ്റീവ് ആവുകയാണെന്നാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരാൾക്ക് ജീവിതകാലം കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള പാർശ്വഫലങ്ങളുണ്ട്. അപ്പോൾ പുതിയ കുറേ പഠനങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ പേര് സർക്കുലേറ്റിംഗ് ട്യൂമർ സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ രക്തം നോക്കി നമുക്ക് എത്ര കോശങ്ങൾ ബാക്കിയുണ്ട്, അതിൽ ഇനിയും ട്രീറ്റ്മെൻറ്റ് അവർക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് വേണോ, ഭാവിയിൽ അങ്ങനെയാണ് റിസർച്ചുകൾ വരാൻ പോകുന്നത്. ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസർച്ചുകളൊക്കെ ഇതുവരെ സക്സസ് ആവാതിരിക്കാനുള്ള കാരണം കുറേ പേർക്ക് ഇങ്ങനത്തെ കോശങ്ങൾ കണ്ടതിന് ശേഷവും അവർക്ക് തിരിച്ചു വരുന്നില്ല. അപ്പോൾ അവരുടെ പ്രതിരോധം തന്നെ അതിനെ പ്രതിരോധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ അത് തലപൊന്തിക്കാതെ കാക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഏത് ലെവലിലാണ് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യേണ്ടത്, എത്ര ലെവലിൽ സെൽസ് ഉള്ളപ്പോഴാണ് നമ്മൾ വീണ്ടും കീമോ കൊടുക്കേണ്ടതെന്നൊക്കെ ഇപ്പോഴും പഠനം നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഭൂരിഭാഗം പേർക്കും എല്ലാവർക്കും വരുന്നുണ്ടെന്നുള്ളത് വിചാരിക്കരുത്. കുറച്ച് പേർക്കാണ് തിരിച്ചു വരുന്നത്. നമ്മുടെ ഒരു ഭക്ഷണം കൊണ്ടോ അല്ലെങ്കിൽ ജീവിതശൈലി കൊണ്ടോ തടയാൻ പറ്റുന്നുള്ളതുമായിട്ട് അങ്ങനെയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അത് ഭയന്ന് ജീവിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഭൂരിഭാഗം പേർക്കും അസുഖം തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അടുത്തൊരു ചോദ്യം മിക്ക രോഗികളും ചോദിച്ചിട്ടുള്ളത് ബേസിക്കലി ഒരു ക്യാൻസർ പകരുമോ എന്നുള്ളതാണ്. ശ്വാസകോശ ക്യാൻസർ പകരുമോ എന്നാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു തെറ്റാണ്. ക്യാൻസർ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ പകരുന്ന ഒരു സാംക്രമിക രോഗമല്ല. ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ടാലോ, ഒരു പായയിൽ കടന്നാലോ, ചെറിയ കുട്ടിയെ എടുത്താലോ, ഒരു ബാത്റൂം ഷെയർ ചെയ്താലോ, ഏത് ക്യാൻസർ ആയിക്കോട്ടെ, ലങ് ക്യാൻസർ ആയിക്കോട്ടെ, ചുമച്ചുകൊണ്ടിരിക്കുന്ന രോഗിയാവട്ടെ, അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ ആവട്ടെ, ലിവറിൻ്റെതാവട്ടെ, ഒരിക്കലും ക്യാൻസർ പടരില്ല. അമ്മയിൽ നിന്ന് കുട്ടികൾക്ക് ക്യാൻസർ വരുമോ എന്നാണ് പിന്നെ അടുത്ത് കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ എല്ലാ ക്യാൻസറുകളും പാരമ്പര്യമായിട്ട് വരുന്നതല്ല. എന്നാലും ബ്രസ്റ്റ് അഥവാ സ്തനാർബുദം, അണ്ഡാശയം, ഓവറി ക്യാൻസർ, പിന്നെ കുറച്ച് കൊളോൺ ക്യാൻസർ, കുടലിൻ്റെ ക്യാൻസർ, ഇത് മൂന്നും ഒരു 25% ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ളതാണ്. 2 അതിൽ കൂടുതലോ കുടുംബത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ഡോക്ടറോട് പറയുകയും അതിനു വേണ്ടിയുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. അത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും അത്യാവശ്യമാണ്. പിന്നത്തെ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജീവിതശൈലിയും വ്യായാമവും ഒക്കെ തുടർന്നിട്ടും എനിക്കൊരു എല്ലാ ചികിത്സകൾ കിട്ടിയതിന് ശേഷവും പൂർണ്ണമായിട്ട് ഞാൻ ആരോഗ്യവാനായി തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റുന്നില്ല, എനിക്ക് ഭയമാണ്, ബേസിക്കലി ടെൻഷനാണെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇതൊരു വളരെ കോമൺ തിങ്ങാണ് നമ്മൾ കണ്ടിട്ട്. അത് നിങ്ങൾക്ക് മാത്രമാണ് അനുഭവിക്കുന്നതായിരിക്കും. എല്ലാ രോഗികളും എടുത്ത് പറയുന്നൊരു സംഭവം. ഒന്നാമത് ക്യാൻസർ തിരിച്ചു വരുന്നത് പറയുന്നു. അതിൻ്റെ പുറമെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ്, നമ്മൾ ഇതൊക്കെ തരണം ചെയ്തേ പറ്റും. അപ്പോൾ അതിനുള്ള ഏറ്റവും എളുപ്പമെന്ന് ഞാൻ പറയില്ല, എന്നാലും ഞാൻ ഉപയോഗിക്കുന്നൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഹോബിയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വിനോദത്തിൽ നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് മുഴുവനായിട്ട് ശ്രദ്ധ ചെലുത്തണം. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ
കളിക്കുന്ന ആളായിരിക്കാം. ഞാൻ മിക്കവരുടെ പറയാറുണ്ട്, പോയി കളി വീണ്ടും ആരംഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാട്ട് പാടുന്ന ആളായിരിക്കാം. ഇനിയിപ്പോൾ ഇതൊരു കഴിവില്ലെങ്കിലും നിങ്ങൾ യോഗയോ മെഡിറ്റേഷനോ എന്തിലെങ്കിലും ഒരു ശ്രദ്ധ ചെലുത്തിയാൽ നമ്മുടെ മനസ്സിന് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കാരണം ഒരു കോൺഫിഡൻസ്, സ്വന്തം ഒരു കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത് ഭയങ്കര പ്രധാനമാണ്. കാരണം അത് നമ്മൾ വീണ്ടും തിരിച്ച് അസുഖം വരില്ല, അല്ലെങ്കിൽ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് സ്വന്തം തോന്നിയേ പറ്റും. അപ്പോൾ അത് ഏതിലെങ്കിലും ശ്രദ്ധ ചെലുത്തി കൂടുതലായിട്ട് അതിലേക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്താൽ നമ്മൾ ഈ അസുഖത്തിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ നമുക്ക് കുറഞ്ഞു വരും. അപ്പോൾ ഒരു ഗ്രൂപ്പ് തെറാപ്പി, ഇപ്പോൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞ് ഗ്രൂപ്പ് തെറാപ്പീസ് എന്നൊക്കെ പറയും, അങ്ങനത്തെ രീതിയിൽ ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം, ഹൂവർ ഇറ്റ് ഈസ്, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ് മേക്സ്, അതാണ് കുറേ ഒരു ഡിഫറൻസസ് ഉണ്ടാക്കുക നമ്മുടെ അപ്രോച്ചിൽ. പിന്നെയുള്ള ഒരു കോമൺ ചോദ്യം വന്നിട്ടുള്ളത് നമ്മളൊരു ക്യാൻസർ ചികിത്സയിൽ സാമ്പത്തികത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനത് എപ്പോഴും പറയാറുള്ളൊരു ചോദ്യമാണ്, ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഭാരതൊരു സംസ്ഥാനത്തിനെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു ഗവൺമെൻറ് മേഖല പോലും ഭയങ്കര ശക്തമാണ്. അപ്പോൾ ഒരു ക്യാൻസർ സ്ക്രീനിങ് ആയിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുണ്ട്, സുകൃതം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പുറമെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഓൺകോളജി യൂണിറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തികം ഭയന്ന് ക്യാൻസർ ചികിത്സിക്കാതിരിക്കുന്നത് ഈ 2025 മണ്ടത്തരാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇതിൻ്റെ പുറമെ ഒരുപാട് പ്രൈവറ്റ് ആശുപത്രികളും അതിൻ്റെ പുറമെ കോപ്പറേറ്റീവ് ആശുപത്രികളും അങ്ങനെ കുറേ ആശുപത്രികൾ കേരളത്തിൽ ലഭ്യമാണ്. ഓൺകോളജികൾ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഇഷ്ടംപോലെ ഓൺകോളജി സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു മുൻവിധിയോടുകൂടി അല്ലാതെ നമ്മൾ പോയിട്ട് ആശുപത്രിയിൽ പോയി അന്വേഷിക്കണം. പിന്നെ ക്യാൻസർ ചികിത്സ കുറച്ച് ദൈർഘ്യമുള്ള ചികിത്സയാണ്. ഇപ്പോൾ നമ്മൾ ബാക്കി ഒരു അറ്റാക്ക് വന്നാൽ ആൻജിയോപ്ലാസ്റ്റി ഇട്ടിട്ട് അടുത്ത ദിവസം തിരിച്ചു വരാമെങ്കിൽ ക്യാൻസർ ചികിത്സ പൊതുവേ ഒരു 3 to 6 മാസം എടുക്കാറുണ്ട് ഒരു ഗുണപ്പെടുന്ന സ്റ്റേജിലും ചികിത്സിക്കാൻ. പക്ഷെ അത് നമ്മൾ ക്ഷമാപൂർവ്വം പൂർണ്ണമായിട്ട് ചികിത്സ തീർക്കണം, എന്നാലേ നമുക്കത് പൂർണ്ണമായിട്ട് ബലവത്തായി നമുക്കത് ഗുണപ്പെടുത്താൻ സാധിക്കും. കാരണം ആദ്യത്തെ ചികിത്സയാണ് ഏറ്റവും പ്രധാന ചികിത്സ. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചികിത്സ എപ്പോഴും ബുദ്ധിമുട്ടുള്ള ചികിത്സയാണ്. പിന്നത്തെ ഒരു ചോദ്യം മിക്ക രോഗികളും ചോദിച്ചിട്ടുള്ള ഒരു നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആയുർവേദം, ഹോമിയോപ്പതി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് മെഡിസിനെ കുറിച്ചാണ്. അപ്പോൾ അത് ഞാൻ വളരെ ക്ലിയർ ആണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പാടും. അപ്പോൾ മറ്റേതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ധാരണയില്ല. പക്ഷേ അലോപ്പതിയിൽ ചികിത്സയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അലോപ്പതിയിലുള്ള ഓൺകോളജി റിസർച്ചിൻ്റെ അടുത്തുള്ള റിസർച്ച് വേറൊരു ഫീൽഡിലും ഇത്രയധികം എത്തിയിട്ടില്ല. എത്രയോ കൊല്ലം മുമ്പിലാണ് അമേരിക്കയിലും മറ്റതും ഓൺകോളജിയെക്കുറിച്ചുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ക്യാൻസറിൽ പുതിയ പുതിയ മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു 4ാം സ്റ്റേജിൽ ലങ് ക്യാൻസർ കണ്ടുപിടിച്ചാൽ ചികിത്സിക്കേണ്ട എന്ന് പറഞ്ഞിരുന്ന സമയത്തുനിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ 4ാം സ്റ്റേജിൽ പോലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് ലങ് ക്യാൻസറിലാണ്. കാരണം അത്രയും ട്രീറ്റ്മെൻറ്റുകളിൽ വ്യത്യാസം വന്നു കഴിഞ്ഞു. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഡയഗ്നോസിസ് വന്നാൽ ഒരു ഓൺകോളജിസ്റ്റിനെ കാണണം, ചികിത്സയെക്കുറിച്ച് അന്വേഷിക്കണം. ചികിത്സയുടെ പാർശ്വഫലങ്ങൾ പേടിച്ച് ഓടിപ്പോകുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. ബാക്കി നിങ്ങൾക്ക് സംശയങ്ങൾ അയക്കാം. പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചോദ്യങ്ങൾ ക്രോഡീകരിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വീണ്ടും ഈ സംശയ വിവരണം നടത്താം. എല്ലാവർക്കും നന്ദി.